നിങ്ങളുടെ തലവാചകം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ആ തലവാചകത്തിൽ പറയുന്നത് സർവകലാശാലകൾ സ്വാഭാവികമായി നിങ്ങൾ ഉയർത്തുന്നത് പോലെ താറുമാറായോ എന്നുള്ളതാണ് നിങ്ങൾ ഈ ചർച്ചയുടെ തലവാചകത്തിൽ ചേർത്തിരിക്കുന്നത്. ആ തലവാചകത്തോട് തന്നെ വിമർശനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന തലവാചകം യഥാർത്ഥത്തിൽ രാജ്യത്തെ RSSന്റെ സർവകലാശാലകളിൽ കൂട്ടക്കുഴപ്പമോ എന്നുള്ളതാണ് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട തലവാചകം. ഉന്നത വിദ്യാഭ്യാസം താറുമാറായോ എന്ന് ചോദിച്ചത് ഈ കീം പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അതെ, അത് നീ പറഞ്ഞ രണ്ട് തലവാചകങ്ങളും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല താറുമാറാകണം എന്നുള്ളത് രാജ്യം ഭരിക്കുന്ന RSSന്റെ പ്രത്യേകമായ അജണ്ടയാണ്. കാരണം രാജ്യത്തിന് മാതൃകയായി, ലോകത്തിന് മാതൃകയായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായി അതിനെ തകർക്കണം എന്ന രാഷ്ട്രീയ ഗൂഢാലോചന അപ്പുറത്ത് രൂപപ്പെടുന്നത് സ്വാഭാവികമാണ്. ആ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പ്രതിഫലനമാണ് കേരളത്തിലേക്ക് അയക്കുന്ന ഗവർണർമാർ വഴി നിരന്തരമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ RSSന്റെ പണിശാലയിൽ തയ്യാറാക്കിയ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി തന്നെ ചർച്ചയ്ക്കെടുത്താൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി അത് പ്രവർത്തിക്കുന്നത് കൃത്യമായ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ്. യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ ഭരണഘടനാ നിയമമാണ്. ആ ഭരണഘടനാ നിയമം എങ്ങനെയായിരിക്കണം, ആ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ബോഡികൾ പ്രവർത്തിക്കണമെന്ന് സംബന്ധിച്ച് കൃത്യമായി നിർദ്ദേശിക്കുന്നുണ്ട്. വൈസ് ചാൻസലറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം, കടമകൾ എന്തെല്ലാം, എന്താണ് അദ്ദേഹത്തിൻ്റെ അധികാരം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമിതികൾ ഏതെല്ലാമാണ്, ആ സമിതികൾ എങ്ങനെ പ്രവർത്തിക്കണം, അതിന് ഏതൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന ആരെല്ലാമാണ്, ഇതിനൊക്കെ കൃത്യമായ നിയമമുണ്ട്. കാര്യങ്ങളൊക്കെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഭരണപരമായ തീരുമാനങ്ങളാണല്ലോ. അതായത് സിൻഡിക്കേറ്റിനാണോ വൈസ് ചാൻസലർക്കാണോ അധികാരം, അച്ചടക്ക നടപടി എടുക്കാൻ സിൻഡിക്കേറ്റിന് എത്രമാത്രം അധികാരമുണ്ട്, അതുപോലെ തന്നെ VC ഒരു തീരുമാനമെടുത്താൽ അത് സിൻഡിക്കേറ്റ് റാറ്റിഫൈ ചെയ്യേണ്ടതല്ലേ, ഇതൊക്കെ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അക്കാഡമിക്കായ വിഷയമോ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമോ അല്ല. ഇപ്പോൾ സിൻഡിക്കേറ്റിന്റെ പൊസിഷനുണ്ട്, VCയുടെ പൊസിഷനുണ്ട്. അത് നിയമപരമായും ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭാഗം കൂടിയാണല്ലോ സിൻഡിക്കേറ്റ്. രാഷ്ട്രീയമായും നേരിടാവുന്ന അല്ലെങ്കിൽ പരസ്പരം ഏറ്റുമുട്ടാവുന്ന വിഷയം തന്നെയാണ്. പക്ഷെ അതിലൊരു വിദ്യാർത്ഥി സംഘടനയുടെ റോളും സ്കോപ്പും എന്താണ്? ഭരണപരമായ കാര്യങ്ങളിൽ അതിന് ബന്ധപ്പെട്ട ആളുകളല്ലേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കേണ്ടത്. നിങ്ങളുടെ വാദം തികച്ചും തെറ്റായ വാദമാണ്. കാരണം ഇതിനെയെല്ലാം ആത്യന്തികമായി ബാധിക്കുന്നത് ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയാണ് സാർ. നിങ്ങൾ നോക്ക്, മോഹനൻ കുന്നുമ്മൽ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക വൈസ് ചാൻസലറാണ്. നിങ്ങൾ ഈ കേരളത്തിൽ അന്വേഷണാത്മക മാധ്യമപ്രവർത്തനം ഒരുപാട് നിലകളിൽ നടത്തിയിട്ടുള്ള മാധ്യമ സ്ഥാപനമാണല്ലോ. നിങ്ങളൊരു അന്വേഷണാത്മക മാധ്യമപ്രവർത്തനം നടത്ത്. നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിക്ക് ആ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ട് മോഹനൻ കുന്നുമ്മൽ വൈസ് ചാൻസലറായി വന്ന ശേഷം അവിടെ അദ്ദേഹം എത്ര ദിവസം കേരള യൂണിവേഴ്സിറ്റി സന്ദർശിച്ചിട്ടുണ്ട് എന്നൊരു കണക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ മാതൃഭൂമിക്ക് എടുക്കാൻ ഉത്തരവാദിത്തമില്ലേ? വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. ഒരു മാസം അദ്ദേഹത്തിന് സൗകര്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ 1 or 2 ദിവസം കേരള സർവകലാശാലയിലേക്ക് വരിക. എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരള സർവകലാശാലയ്ക്ക് കീഴിലുണ്ട്? എത്ര സബ് സെൻ്ററുകൾ കേരള സർവകലാശാലയ്ക്ക് കീഴിലുണ്ട്? എത്ര റിസർച്ചർമാർ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ പഠിക്കുന്നുണ്ട്? ഇവരുടെ എല്ലാം ദൈനംദിന വിഷയങ്ങൾ ദൈനംദിനോണം കൈകാര്യം ചെയ്യേണ്ട ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ വരാതിരുന്നാൽ അത് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തെ ബാധിക്കില്ലേ സാർ? അത് വിദ്യാർത്ഥികളെ ബാധിക്കില്ലേ സാർ? ആ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. താൽക്കാലികമായ VCമാരെ നിയമിക്കുന്നു. ആ താൽക്കാലികമായ VCമാർ RSSകാരാവുന്നു. RSS നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി മാത്രം മോഹനൻ കുന്നുമ്മൽ വരുന്നു. സിസ തോമസ് 4 ദിവസം കേരള യൂണിവേഴ്സിറ്റി വന്നല്ലോ. എന്താ സിസ തോമസ് ചെയ്തത്? 4 ദിവസവും വന്നപ്പോൾ മോഹനൻ കുന്നുമ്മൽ റഷ്യയിൽ നിന്ന് കൊടുക്കുന്നതും രാജ്ഭവനിൽ നിന്ന് രാജ്യാന്തര അല്ലകൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒപ്പുവെക്കുന്നതല്ലാതെ വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന, യൂണിവേഴ്സിറ്റിയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? ഇവരെന്തിനാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നത്? ഒരു വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റിയിലേക്ക് വരേണ്ടത് ആ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനല്ലവർ വരുന്നത്. കേരളത്തിൽ RSS നിയമിച്ചിരിക്കുന്ന ഒരു VCമാരും വരുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് എന്തിനു വേണ്ടിയിട്ടാ? RSSന്റെ സംഘപരിവാർ അജണ്ട, RSSകാർക്ക് താല്പര്യമുള്ളവരെ വെച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ നിരന്തരമായി കേരളത്തിലെ സ്ഥാപനങ്ങളിലേക്ക് വരുന്നത്. ഇതിനെതിരെയല്ലേ നമ്മൾ പ്രതികരിക്കേണ്ടത്? ഇതിനെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ടത് വിദ്യാർത്ഥി സംഘടനയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വിസ്മരിക്കാൻ കഴിയും. നമുക്ക് എങ്ങനെ വിസ്മരിക്കാൻ കഴിയും?